ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ക്ലീൻ ചെയ്ത ഫിഷിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു പാൻ എടുത്തതിന് ശേഷം ചൂടായ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇടുക. അതിന് ശേഷം നമ്മൾ മാഗ്നൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് കറി അതിലോട്ട് ഇടുക. ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയി വന്നു കഴിഞ്ഞതിന് ശേഷം അടുത്ത പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് ഓയിലിട്ട് ചൂടായ ഓയിലിലോട്ട് ഉലുവയും കടുകും ഇട്ട് നന്നായി പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഫ്രൈ ആയി കഴിയുമ്പോൾ വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടി വരണം. ഈ ഫിഷ് കറി നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഒരിക്കലും നിങ്ങൾ ഈ ഫിഷ് കറി കഴിക്കാതിരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും എനിക്കുണ്ടായിരിക്കണം. അപ്പോൾ കടുക് ഇവിടെ ഏകദേശമൊക്കെ പൊട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവേനെ നമുക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം. ആ സമയം നമ്മൾ നന്നായിട്ട് സിം ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊട്ടിക്കാൻ വേണ്ടി. കടുക് നമ്മൾ ഓൾറെഡി ഇട്ടു. കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം 2 സവാള നന്നായി കുനുകുനാന്ന് അരിഞ്ഞു വെച്ച 2 സവാള ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഒരു ഇഞ്ചി ഇട്ടതിന് ശേഷം കുനുകുനാന്ന് അരിഞ്ഞ ഒരു ഇഞ്ചി നമ്മൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുനുകുനാന്ന് അരിഞ്ഞ ഇഞ്ചി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2-3 പച്ചമുളക് ഇതിൽ നല്ല കുനുകുനാന്ന് അരിഞ്ഞ 2-3 പച്ചമുളക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പെരിഞ്ജീരകം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ സവാളയും ഈ ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സവാള മൂക്കുന്നവരെ ഇളക്കി കൊടുക്കണം. സിം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി ആയി വരുമ്പോഴേക്കും നമുക്ക് പട്ട ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് പട്ട ഇട്ട് കൊടുത്ത ശേഷം അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് പോവുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയും ജീരകവും എല്ലാം നന്നായിട്ട് മിക്സായിട്ട് നല്ലോണം ബ്രൗണിഷ് കളറായിട്ട് വരണം. ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. സിം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സിം ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കാവുന്നതാണ്. സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഫിഷ് റെഡിയാക്കി വെക്കാവുന്നതാണ്. ഇത് വാടി വരുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ മസാലകളുടെ പേര് പറയാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, ഉപ്പ് എന്നിവ, മല്ലിപ്പൊടി എന്നിവ എല്ലാവിധ ഐറ്റംസും റെഡിയാക്കി വെക്കേണ്ടതാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കറിവേപ്പില നന്നായിട്ട് വാടി വരുന്ന ആ സമയം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വാടി വരും. വാടി വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിലോട്ട് മല്ലിപ്പൊടി ഒരു 3 or 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നന്നായിട്ട് യോജിക്കണം അതിനോട്. എന്നിട്ട് ഇളക്കി ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുടംപുളി ഇട്ടിട്ട് വെള്ളമാക്കി വയ്ക്കണം. കുടംപുളിയും കൂടി ഇടുക. കുടംപുളി ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാഗ്നൈസ് ചെയ്ത കുടംപുളി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണതിന് മുമ്പേ കുടംപുളി ഒന്ന് പിഴിയണം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ വെള്ളം നമുക്ക് വേണം, കളയരുത് കേട്ടോ. വെള്ളം നമുക്ക് വേണം. അപ്പോൾ കുടംപുളി ആ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ. ആ വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം വെള്ളത്തിലാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കുടംപുളി. അപ്പോൾ ഞാനിതിലോട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനത് പിഴിഞ്ഞൊക്കെ വെച്ചിരിക്കുകയാണ് ഓൾറെഡി. അതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നുണ്ട്.
ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് നന്നായിട്ട് ഇളക്കി ആ തിളക്ക് വന്നോട്ടെ. തിളക്ക് വരുമ്പോൾ നമ്മൾ വെള്ളം പോരാതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട് അതിലോട്ട്. അപ്പോൾ ചാറാവുമല്ലോ, അപ്പോൾ ചാറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇത് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആ ഉപ്പൊന്ന് പിടിക്കണമല്ലോ അതിലോട്ട്. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കൈ തോരാതെ ഇളക്കുകയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി റെഡിയാക്കി വെക്കാം. വെള്ളം പോരാതാവുള്ളൂ. അപ്പോൾ കുറച്ച് വറ്റേണ്ട അത്യാവശ്യമില്ല. തിള വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കുന്നത് നിർത്തിയിട്ട് ആ തിളന്ന് വന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇളക്കാം. അത് കഴിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ച വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്യുക. വെള്ളം പോരാതായതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വെള്ളം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഇളക്കുന്നുണ്ട്. അപ്പോൾ പുളി ഒന്നുകൂടി പിടിക്കണമല്ലോ. വെള്ളം ഇട്ട് കഴിയുമ്പോൾ പുള്ളിയുടെ ആ ഒരു ഇത് പോകുമല്ലോ. അപ്പോൾ നമ്മൾ ആ പുളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളവും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വറ്റണമെങ്കിൽ വറ്റാം, തിളക്കണം. ഞങ്ങൾക്ക് ഇത്ര മതി. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മയനൈസ് ചെയ്ത് വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഫ്രൈനെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ പീസസും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചാറൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചാറൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോകാവുന്നതാണ്. ഞാൻ എല്ലാ ഫിഷും ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ചാറൊക്കെ ഇട്ട് കൊടുക്കാം. കയ്യിലുകൊണ്ട് ഇളക്കാതിരിക്കുകയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. കയ്യിലുകൊണ്ട് ഇളക്കരുതിരിക്കണം. ചാറ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അങ്ങനെ അത് നന്നായിട്ട് ആയി വരും വരെ. ഇനിയിപ്പോൾ നമുക്ക് ആ ചാറിട്ട് ചെയ്യുമ്പോൾ ഇളക്കിയൊന്നും വേണ്ട. നന്നായിട്ട് ഒന്ന് വറ്റുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കേട്ടോ. അതാണ് കുറച്ചും കൂടി ബെറ്റർ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിത് അടച്ച് ക്ലോസ് ആക്കി വെക്കാവുന്നതാണ്. അങ്ങനെ ഒരു 15-10 മിനിറ്റ് വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ സൈഡിലോട്ട് നമ്മൾ കുറച്ച് വേപ്പല പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞായിട്ട് അരിഞ്ഞ പച്ചമുളകും കൂടി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. 2 മിനിറ്റ് ഇതുപോലെ മാഗ്നൈസ് ആയി കിട്ടണം. എന്നിട്ട് നമ്മളിത് സർവ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.